നമസ്കാരം. ബിഗ് ബോസ് സീസൺ 7 എത്രാം ദിവസം? മൂന്നാം ദിവസം. എന്താണ് പറയാനുള്ളത്? എന്ത് പറയാൻ, ഇന്നലെ ഒരുപാട് ടാസ്ക് കാര്യങ്ങളൊക്കെ കൊടുത്തു. കളിയാക്കി പേരുകളില്ലേ, കളിയാക്കി പേര് എന്താ ഇരട്ടപ്പേര്, അങ്ങനെ എന്തോ ഇടാനുള്ള ഒരു ടാസ്ക് കൊടുത്ത സമയത്ത് രേണുസുതിക്ക് കിട്ടിയ പേരെങ്ങനെയുണ്ട്? രേണുസുതിക്ക് ഭയങ്കര ഭക്ഷണം പറഞ്ഞു. എന്തിനാണ് അങ്ങനെയൊക്കെ അല്ലേ? പിന്നെ നിങ്ങൾ പറയുന്നത് മറ്റേ സെക്രട്ടറി വിളിച്ചാണ് അത് അവര് ഭയങ്കര ഹേറ്റായിട്ടാണ് ചെയ്തത്. കാരണം ശരിയാണ്, പുള്ളിക്കാരി ഈ പറഞ്ഞ ഒരുപാട് ഹേറ്റേഴ്സ് ഉള്ള ആളാണ്, അതിലേക്ക് കയറിയിരിക്കുന്ന ആളാണ്, ഒക്കെ ഉള്ളതാണ്. പക്ഷെ നമ്മള് അതില് എന്താണ് റിയൽ ആയിട്ടുള്ള സ്വഭാവം പുറത്തു വരാതെ രേണുസുധീനെ ഇതുപോലെ ടാർഗറ്റ് ചെയ്യുന്നത് മോശമായ ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം രേണുസുധി എന്തായാലും റിയൽ ആയിട്ട് അത്രയും ഹേറ്റേഴ്സ് ഉണ്ട്. ഒരു 100 പേരിൽ 90 പേര് ചിലപ്പോ ഹേറ്റേഴ്സ് ആയിരിക്കാം. ചിലപ്പോ എന്റെ കണക്ക് കൂട്ടുകൾ തെറ്റായിരിക്കാം. പക്ഷെ എങ്കിൽ പോലും അങ്ങനെയൊക്കെ വളരെ അത് മോശമായി പോയെന്ന് എനിക്ക് തോന്നി. സെപ്റ്റി ടാങ്കിനെ വിളിച്ചതാണ്. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ സെപ്റ്റി ടാങ്ക് എന്നുള്ള ഒരു പേരിടാൻ കാരണം? ഇല്ല, അതിനുശേഷം ഇവൻ വന്നിട്ട് അവിടെ പറയുന്നുണ്ട്, ഞാൻ പ്രവാസിക്ക് വിളിച്ചതാണ്, അങ്ങനെ അവിടെ വിളിച്ചത് ഹേറ്റായി പോയി. അവൻ അങ്ങനെ ഒരു പേര് കിട്ടണമെങ്കിൽ അവന് മനസ്സിലൊരു ആ പുള്ളിക്കാരോട് ഒരു ഇതില്ലാതെ അങ്ങനെ ഒരു പേര് കിട്ടില്ലല്ലോ. മനസ്സിൽ എന്തുണ്ടെങ്കിലും അത് ചെയ്യുന്ന ഒരു സ്ഥലമാണോ? പ്രതികാരം വീട്ടുന്ന സ്ഥലമല്ലോ, ഗെയിം അല്ലേ. എന്നാലും സെപ്റ്റി ടാങ്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഇടാനുള്ള അത്രയ്ക്കും വിരോധം എന്തായിരിക്കും? അല്ല, വിരോധമല്ല, അത് ഗെയിം ആയിരിക്കും. കാരണം ഒരാളെ മാനസികമായിട്ട് രേണുസുധിയുടെ ഞാൻ രേണുസുധിയെ കണ്ടപ്പോ എനിക്ക് തോന്നിയ കാര്യം, രേണുസുധി ഈ പറയുന്ന പോലെ ഇങ്ങോട്ട് വരുന്ന കാര്യങ്ങളെ എല്ലാം ഭയങ്കരമായിട്ട് തിരിച്ച് റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരാള് ചോദിക്കുന്ന ഉള്ളിലേക്ക് ഉപ്പരിപോലെ മറുപടി പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഒരു സ്ഥലത്ത് വെച്ചിട്ട് ചെക്ക് ആവാം. പക്ഷെ അക്ബറിന്റെ ഒരു സ്ട്രാറ്റജി വർക്ക്ഔട്ട് ആയിരിക്കണം. കാരണം രേണുസുധി ആ ഒരു വാക്കും പറഞ്ഞ, അല്ലെങ്കിൽ അത് കാരണം പുള്ളിക്കാരി നല്ലോണം ഡൗൺ ആയി. ചുമ്മാ ബെഡിൽ പോയി കിടക്കുന്നു, മറ്റുള്ളവരോടൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നു, നല്ലപോലെ ഡൗൺ ആയി. അങ്ങനെ തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്ന കാര്യം ഞാൻ പറഞ്ഞത്, ഇപ്പൊ ഇതിലേക്ക് വന്നു കഴിഞ്ഞ് കഴിയുമ്പോ ഇതിൽ ഏകദേശം ശാരിക രേണുസുധി ഇതിൽ വെച്ച് ഭയങ്കര കടിച്ചു കീറുന്നു, ഭയങ്കരമായിട്ടുള്ള സംഭവങ്ങൾ കാണിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് തോന്നിയിരിക്കുന്ന കാര്യം, രേണുസുധി സാരിക മറ്റേ ആങ്കർ, അവർ രണ്ടുപേരും ഭയങ്കരമായിട്ട് ബോണ്ടിങ് ആയിട്ടാണ് ഇതിലേക്ക് വന്നിരിക്കുന്നത്. ആദ്യമൊന്നും അവരൊന്നും എപ്പോഴും ചിലപ്പോ ഇതായിരിക്കും, എന്താ പറയാ, ഭയങ്കരമായിട്ട് എന്താ പറയാ, ശത്രുക്കളെ പോലെ പെരുമാറുന്നു, ഗെയിം കളിക്കുന്നു, ഇതെല്ലാം ഓക്കെയാണ്. പക്ഷെ രേണുസുധി ഈ പറയുന്ന പോലെ അങ്ങനെ ഒരാൾ പറയുമ്പോഴത്തേക്ക് തകരുന്ന ഒരാളൊന്നല്ല. ഇങ്ങനെ തകർന്നു കത്തി നിൽക്കുന്ന ആൾക്കാർ പെട്ടെന്ന് കരഞ്ഞില്ലല്ലോ. ബിഗ് ബോസിലെ ഓരോ കാര്യങ്ങളും കരയൽ, ദേഷ്യപ്പെടൽ, കളിയാക്കൽ എല്ലാം ഗെയിമാണ്. എന്നാലും വെറുതെ സെപ്റ്റി ടാങ്ക് എന്ന് വിളിച്ചപ്പോഴേക്കും തളരാനുള്ള ഒരു മനസ്സും കൊണ്ട് ബിഗ് ബോസിലേക്ക് എന്നിട്ട് എന്താ കാര്യമുള്ളത്? രേണുസുധി എന്ന് പറയുന്നത് എന്താ പറയുക, കേവലം ഒരു സാധാരണ ഒരാളാണ്. അവർ പെട്ടെന്ന് ഒരു ഫെയിമായ ഒരാളാണ്. അങ്ങനെ പല രേണുസുധി ഫേമസ് ആവാൻ പല പല കാരണങ്ങളുണ്ട് ഇല്ലേ. എല്ലാവരും ഹേറ്റേഴ്സും കൂടി ഫേമസ് ആയ ഒരാളാണ് രേണുസുധി. അപ്പൊ അവരെ വലിയ ഇതായിട്ട് ഫോക്കസ് ചെയ്യേണ്ട വേറെ എത്രയോ പേരുണ്ട്, വെറുപ്പിക്കുന്ന എത്ര പേരുണ്ട്. അഭിലാഷ്, അനീഷ്, പിന്നെ ഈ പറയുന്ന കോമണർക്ക് ഇതൊക്കെ പോലെ. ഞാനിപ്പോ അവരെ പറ്റി പിന്നെ പറയാം. നമ്മുടെ ഇതിന്റെ പേര് നടന്നിട്ടുണ്ടല്ലോ, ആര്യനല്ല, വേറൊരു അപ്പാനിശരത്തിനെ കുറിച്ചുണ്ടാവും. ഇന്നലെ വെറുതെ ആയിരുന്നു. ഇന്നലെ പുള്ളിനെ സ്ക്രീനിൽ പോലും കാണിച്ചില്ലല്ലോ. കാണിച്ചു, അധികം നേരം കാണിച്ചില്ല. പോയിട്ട് ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു. ഈ പറയും ഞാൻ അവിടെ നോക്കുമ്പോ ശാരീരിക ഈ പറയുന്ന പോലെ പല പല ഇതിലേ ഏർപ്പെടും. സാധാരണ നമ്മൾ പെണ്ണുങ്ങളാണ് പ്ലാൻ ചെയ്യുന്നത് കാണുന്നത്. പക്ഷെ ഇവിടെ ഞാൻ നോക്കുമ്പോ അപ്പാനിശരത്ത് ഭയങ്കരമായിട്ട് ഇത് മേടിച്ചോണ്ടിരിക്കുകയാണ്. അപ്പാനിശരത്തിന്റെ നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ അപ്പാനിശരത്തിന്റെ ആ ഒരു തന്ത്രങ്ങൾ അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ജെന്യുവൻ ആണ്, അല്ലെങ്കിൽ അവൻ പറയുന്ന കാര്യങ്ങൾ കറക്റ്റ് ആണ്. ഒരാളെ പുറത്താക്കണം, അതെല്ലാം ശരി തന്നെയാണ്. പക്ഷെ പരിസരത്ത് എല്ലാവരുടെ നമ്മള് എന്താ പറയുക, ഒരാളുടെ പറയേണ്ടത് എങ്ങനെയാണ്, അതെങ്ങനെ അപ്ലൈ ചെയ്യേണ്ടതെന്ന് എന്താ എനിക്ക് പറയാ, അപ്ലൈ ചെയ്യേണ്ടത് അറിയാൻ പാടില്ലാണ്ട് കൺഫ്യൂഷൻ ആയിരിക്കുകയാണ് പരിസരത്തിന്റെ തലയിൽ. എനിക്ക് തോന്നുന്നു ഒന്നില്ലെങ്കിൽ അവിടെ മൊണ്ണേന്ന് വിളിക്കുമോ, പിന്നെ സ്റ്റാർഡം എന്നൊരു സാധനമുണ്ട്, ജനങ്ങൾ എന്ത് പറയും, പിന്നെ അതിലുള്ള ഗെയിം, ഇത് ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വരാൻ പോകുന്ന ഭവിഷ്യത്ത്, ഇതെല്ലാം കൂടി ഫാമിലി, ബിഗ് ബോസിലെ തന്ത്രങ്ങൾ, സ്റ്റാർഡം, ആക്ടിങ്, ഇത്രയും സാധനങ്ങൾ തലയിൽ കൂടിയിട്ട് ഭ്രാന്തായി നിൽക്കുകയാണ് പരിസരത്ത്. ഞാൻ പറഞ്ഞില്ല, പരിസരത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഒരു കാര്യം, ഏതൊരു ആക്ടറും കുറച്ച് നാൾ ചിലപ്പോ ഈ പറയുന്ന പോലെ ഫീൽഡിൽ കുറച്ച് ഒരു
മൈനസ് മാർക്ക് ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് ഇതുപോലെ വർക്കൊന്നും ഇല്ലാതിരിക്കുന്നതാണെന്ന് ആയിരുന്നില്ല ഈ പറയുന്നത്. പിന്നെ പരിസരത്ത് കുറച്ച് ദിവസം കഴിഞ്ഞ് ഇതിനെ പറ്റി പഠിക്കുള്ളൂ. പക്ഷെ അതിന് മുമ്പ് പുറത്താൻ ചാൻസ് ഉണ്ടെന്നാണ് എനിക്ക് ആ പരിസരത്തിന്റെ ഇത് കണ്ടിട്ട് തോന്നുന്നത്. എനിക്ക് തോന്നുന്നത്. ആ പിന്നെ എനിക്ക് ഇതിനകത്ത് വേറെ പറയുന്നത് എനിക്ക് കഴിഞ്ഞ സീസണിനേക്കാളും ഈ ബിഗ് ബോസിന്റെ എഡിറ്റിംഗ് അത്ര ഇതായിട്ട് തോന്നില്ല. കാരണം പല ഭാഗങ്ങളും കാണിക്കുന്നില്ല. ഇപ്പൊ എല്ലാവർക്കും ഈ 24 hours കാണാൻ പറ്റുന്നതല്ല. നമ്മൾ ചിലപ്പോ ഞാനൊക്കെ ആകെ ഈ 1 hour എപ്പിസോഡാണ് കാണുന്നത്. പക്ഷെ അവരില് ഇത് കാണിക്കുന്ന ചില ഭാഗങ്ങൾ പല ഭാഗങ്ങളും മിസ്സാവുന്നുണ്ട്. നമുക്ക് എന്താണ് നടന്നതെന്നുള്ളൊരു ക്ലിയർ പിക്ചർ ഇടുന്നില്ല. ഇപ്പൊ എന്റെ ഒരു തിരക്ക് വെച്ച് എനിക്ക് 24 മണിക്കൂർ കാണാൻ പറ്റില്ല. അപ്പൊ അതിൽ കുറച്ചുകൂടി ഒരു ഫോക്കസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അപരിഷത്തിന്റെ കേസിലാണെന്നുണ്ടെങ്കിലും രേണുസുതിന്റെ കേസിലാണെന്നുണ്ടെങ്കിലും എല്ലാവരിലും ഒരു നല്ല ഭാഗങ്ങൾ കൂടുതൽ ഇൻക്ലൂഡ് ചെയ്ത് ബിഗ് ബോസ് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ജെന്യൂൻ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ അനുമോളുടെ ക്യാരക്ടറെ കുറിച്ച് എന്താ തോന്നുന്നത്? അതാ പറഞ്ഞ ഇവരൊന്നും എനിക്ക് അനുമോള് ഞാൻ ചെറിയൊരു ഇതുകൊണ്ടാണ് ഭയങ്കരമായിട്ട് ചെന്നിട്ട് പരിസരത്ത് പറയാണ്. അനുമോളെ നീ വന്ന് ഗെയിം കളിക്കണം. നമുക്ക് അവരിൽ 4 പേരിൽ ഒരാളെ പുറത്തായി കഴിഞ്ഞാൽ ഒരാൾ കുറഞ്ഞു നമുക്ക് അങ്ങനെ ചെയ്യേണ്ടത്. ഇത് കഴിഞ്ഞിട്ട് ചിലപ്പോ അവരാരെ പുറത്താക്കാൻ പറ്റാതിരുന്ന് കഴിഞ്ഞ് അത് കഴിഞ്ഞ് തിരിച്ചു വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ അപ്പൊ അവർ തിരിച്ചു പണി തരികയാണെങ്കിലും അപ്പൊ അല്ലെങ്കിൽ ചോദിക്കില്ല നിങ്ങൾക്ക് ഒരു ഗെയിം വന്നിട്ട് നിങ്ങൾ മര്യാദ പൂർത്തീകരിച്ചില്ലല്ലോ, ഇവരിൽ ഒരാളെ കൊണ്ട് പുറത്താകുമ്പോൾ ചെയ്യുമ്പോൾ എല്ലാം കൂടി ചെയ്യുന്നതല്ലേ എന്ന് പറയുമ്പോൾ അത് നമ്മൾ കൂളായിട്ടിരുന്നിട്ട് ഇത് തോന്നി എന്താ പരിസരത്തൊക്കെ പറഞ്ഞത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ചേട്ടൻ എന്തിനാണ് ഗ്രൂപ്പ് കളിക്കുന്നത്? അപ്പൊ പുള്ളി മാസത്തിൽ പറഞ്ഞത് ഞാൻ ഒറ്റ കളിക്കാനാവുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഈ പരിസരത്ത് ഒരു പേര് വന്നുപോയി, ഗ്രൂപ്പ് കളി എന്നുള്ള സാധനം വന്നു. പരിസരത്ത് ഞാൻ പറഞ്ഞില്ല ഗ്രൂപ്പ് എനിക്ക് തോന്നുന്നത് സ്ട്രാറ്റജിയാണ്. ഗ്രൂപ്പ് കളിക്കാനല്ല പുള്ളി എല്ലാവരുടെ അടുത്തും പോയിട്ട് ഇങ്ങനെ കുത്തിത്തിരിപ്പുണ്ടാക്കാനായിട്ട് എനിക്ക് തോന്നിയത്. പക്ഷെ സ്ട്രാറ്റജി ആണെങ്കിൽ പോലും പുള്ളി പറയുന്നത് എന്താണ് അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാൻ എല്ലാവർക്കും തോന്നുന്നു. എല്ലാവർക്കും ഫേവറേറ്റ് ആൾക്കാരുണ്ടാവല്ലോ. ഗ്രൂപ്പ് കളിക്കുന്നത് ഇന്നത്തെ ഒരു ടാസ്കില് ഇഷ്ടപ്പെട്ട ആളെയും ഇഷ്ടപ്പെടാത്ത ആളെയും കാണിക്കാൻ വിളിച്ചിട്ട് വരുത്താൻ പറഞ്ഞിട്ടുള്ള ഈ പറയുന്ന പേരിടാൻ പറഞ്ഞു. അപ്പൊ ഇഷ്ടപ്പെട്ട ആളുകൾ നമുക്ക് എന്തായാലും അവരൊരു ടീമായിട്ട് കളിക്കുമായിരിക്കുമല്ലോ. പണ്ടത്തെ ഒരു സ്റ്റൈലുണ്ട്. നമ്മൾ പണ്ട് എങ്ങനെയാണ് ഒരാൾ നിർബന്ധിക്കുക നല്ല അടിപൊളി സേഫ് അതാണ് ഇങ്ങനെയാണ് മറ്റാണ് മത്സരം ഇതിൽ ആൾക്കാർ എടുക്കും. ഇപ്പൊ അങ്ങനെയാണ്. ഇപ്പൊ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എടുക്കും. എനിക്ക് വേണോ എങ്കിൽ മാത്രമേ ഞാൻ എടുക്കൂ. അതുപോലെയാണ് പരിസരത്ത് പണ്ടത്തെ സ്ട്രാറ്റജിയാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും അവരെ പുറത്താക്കാൻ ഇങ്ങനെ ചെയ്യണം ഒപ്പം നിൽക്കും അങ്ങനെ നിൽക്കും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സ്ട്രാറ്റജി വെറും സ്ട്രാറ്റജിയാണ്. അതായത് ഒറ്റ സ്ട്രാറ്റജി അല്ല, ചെറിയ പ്രശ്നമുണ്ട് അതില്. കാരണം ചിലപ്പോ അയാൾ അത് ഉപയോഗിക്കുന്ന സമയം അപ്പോ ഈ സമയം ചിലപ്പോൾ തെറ്റായിരിക്കും. എനിക്ക് അങ്ങനെ തോന്നി. പിന്നെ അതിലുള്ള ഷാനവാസ് ഇത്രയും പുള്ളി ഭയങ്കരമായിട്ട് എന്താ പറയാ പുള്ളി മാനിപ്പുലേറ്റ് ചെയ്യണമെന്ന് എനിക്കറിയില്ല. പുള്ളി ഭയങ്കരമായിട്ടുള്ള ഗെയിമുകളും അനുമോളാണ് ഈ കരയാൻ വേണ്ടി നിൽക്കുകയാണ്. പിന്നെ അനുമോൾ അതിനുശേഷം മറ്റേ ഒരു ഫോർമർ ഇല്ലേ ജിസേൽ എനിക്ക് കുറച്ചും കൂടി ബോൾഡായിട്ട് തോന്നി. ശാരിക ഭയങ്കര ബോൾഡായിട്ട് തോന്നി. അവൾ പറയുന്ന കാര്യങ്ങൾക്ക് ഒരു കറക്റ്റ് ഇതുണ്ട്. രേണുസുദ്ധിയും പുള്ളിക്കാരുടെ ഒരു സെറ്റാണ് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഫോണറിനെ പറ്റി എന്താ തോന്നുന്നത്? അവനൊന്ന് പെട്ടെന്ന് എടുത്ത് കളഞ്ഞായിരുന്നു എനിക്ക് തോന്നുന്നു. പക്ഷെ അങ്ങനെ കളവില്ല. നമ്മള് ജനങ്ങളെ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ഒരാളെ ഒരിക്കലും കളവില്ല ബിഗ് ബോസ്. അങ്ങനെയാണ് ജിൻഡോ അവസാനം വരെ പിടിച്ചത് ബിഗ് ബോസ്. എനിക്ക് തോന്നുന്നു വോട്ടിന്റെ മാത്രമല്ല ബിഗ് ബോസിന് തീരുമാനിക്കില്ല. ഒരു 50% മാത്രമാണ് വോട്ടിങ്ങിലുള്ളൂ. 50% ബിഗ് ബോസിനെ തീരുമാനിക്കുന്നത്. അല്ല ചിലപ്പോ ഒരു പെർസെന്റേജ് കൂടുതലും ബിഗ് ബോസിന് തന്നെയാണ്. ഒറ്റയ്ക്ക് പാട്ടൊക്കെ പാടി നടക്കുന്നത് അത് കുഴപ്പമൊന്നുമില്ല. അത് നല്ല കാര്യമാണ്. പക്ഷെ നമുക്ക് എന്താണ് പുള്ളിയുടെ ഇതൊന്നും എനിക്കറിയില്ല. അതുപോലെ തന്നെ മറ്റേ ആര്യ എന്തൊക്കെയോ കാണിച്ച് പുതിയ പയ്യനൊന്നല്ല. 3-4 സിനിമയിലൊക്കെ അഭിനയിച്ചിട്ട് ശാരിക ചോദിക്കുന്നുണ്ടല്ലോ. 3-4 സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. നായകനൊക്കെ ഇല്ല. എനിക്കിതുവരെ എല്ലാവരുടെയും ഒരു കൃത്യമായിട്ടുള്ള ഒരു പിക്ചർ കിട്ടിയിട്ടില്ല. 3 ദിവസമല്ലേ ആയുള്ളൂ. എനിക്ക് തോന്നി പരിസരത്തിന് കുറച്ച് ധൃതി കൂടിപ്പോയതാണെന്ന്. എന്തായാലും നോക്കാം.